അപ്പോൾ നമ്മളടുത്ത് എത്ര കൊലുണ്ട്? 3 കൊലുണ്ട്. അപ്പോളേ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് നല്ല 3 പനനൊങ്കിൻ്റെ കൊല കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ സാധനം ഉണ്ടാവും കരുതണം. ഇളം കൊല നോക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തായാലും ഈ സാധനം വെച്ചിട്ട് ഇതെങ്ങനെ ഇതിൻ്റെ വെള്ളം പൊളിച്ചിട്ട് സാധനത്തിൽ വെച്ച് അടിച്ചാൽ മതിയോ അതോ വെള്ളം പൊളിച്ചിട്ട് ഇതിലത്തെ വെള്ളം എടുത്തിട്ടേ ഒന്നും വേണ്ട. ഇതിൻ്റെ ഉള്ളിലത്തെ നൊങ്കെടുത്തിട്ട് നമ്മളിതാ ജീവിയിലൊഴിച്ച് സാധനം ഷെയ്ക്ക് അടിക്കാൻ പോവാണ്. ചില്ലറ സാധനമല്ല, നല്ല പതഞ്ഞ വരും ഈ സാധനം. അതിനനുസരിച്ചിട്ട് നല്ല GB ബ്രാൻഡി സാധനം 330 ഉറുപ്പ്യാണ്. എന്തായാലും പോര് കൊല പൊക്കിക്കോ. ആഞ്ഞ് വെട്ടിക്കൊന്നും നോക്കണ്ട. എല്ലായിടത്തോ ഒന്നും കൊലയമ്പലം വേണ്ട. അപ്പോൾ ഈ ശരിക്കും ഈ മടാളല്ല സംഭവം. എൻ്റെ പുല്ലിരമായ തടാളല്ലേ? അരിവാൾ പോലത്തെ എവിടെ പകുതി എവിടെ? ഇപ്പോൾ സെറ്റപ്പ് മൂർച്ചയില്ലേ മടാള്? ഊണോണ്ട് കൊണ്ടെടുത്തായി എല്ലാ പണി ഇട്ടു സാധനം പോകും. കിട്ടിയില്ലേ? ഇതിക്ക് വെച്ചോ. സെറ്റപ്പായില്ലേ? അല്ല അടിപൊളി പീസ്. കലക്കി സാധനം നൊങ്ക ഷെയ്ക്ക് അടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യം തന്നെ കട്ടപ്പാൽ അത് കൊണ്ടുവന്നപ്പോൾ നല്ല കട്ടയായിരുന്നു. പറമ്പിലെത്തിയപ്പോഴേക്കും വെള്ളം അയക്കണം. കുടിച്ചോ. അതിൻ്റെ തൊലി നമുക്ക് വേണ്ട, വല്ലാണ്ടിട്ട് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ ഇരുന്നോട്ടെ, അതൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാട്ടോ ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതും കൂടി പോട്ടെ. യെസ്. അപ്പോൾ കേട്ടോ പഞ്ചസാര കുറച്ച് മതി, വളരെ തോനൊന്നും വേണ്ട. അപ്പോൾ മിക്സീൻ്റെ അടപ്പ് വെച്ചിട്ട് അടിക്കുകയാണ്. കോട്ടെ അങ്ങോട്ട് അവിടെ കട്ടെ. നല്ലേ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് സാധനം. ജസ്റ്റ് ടേസ്റ്റ് നോക്കട്ടെ. അയ്യവ ഇതിങ്ങനെ കുടിക്കാനായിട്ട് ടേസ്റ്റ് ചെയ്യും. അതിന് നമ്മൾ ആൽക്കഹോൾ ചേർത്തിട്ടില്ലല്ലോ. എടുക്ക് കുപ്പിയെടുക്ക്. എവിടെ മേത്ത് കൂടെ പോടാ. അടുത്തതേ ഐസ്ക്രീം ഇടണം. ഇതൊക്കെ അടപ്പിലെ കഷ്ടമാതിരിയാണ്. പോട്ടെ ഇതിക്ക് പോട്ടെ, അമ്മാന്തൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അടുത്തതാണ്ടോ GB ബ്രാൻഡി സീലൊട്ടിക്കാൻ പോവാണ്. അതിന് കണ്ടോ ഇവിടെ വേറെ സാധനമൊക്കെയാണ്, വേറെ ടൈപ്പ് സീലൊക്കെയാണ്. എന്താല്ലേ ഫുള്ള് ഡിസൈൻ കണ്ടോ, ഫുള്ള് ഡിസൈനാണ്. കുപ്പിയുടെ അടപ്പുണ്ട്. പൊട്ടിക്കാം. കർമ്മം ചതറിയ വേണം കേട്ടോ. സെറ്റപ്പ് പറഞ്ഞാൽ സെറ്റപ്പ് വേണമാണ്. അപ്പോൾ മതി. അപ്പോൾ അവസാനത്തെ തിരിയും കൂടി. ചതറി പോരട്ടെ. ഇപ്പോൾ കേട്ടോ പതഞ്ഞ് പൊങ്ങിയ റമ്മ് ബ്രാൻഡി ഒഴിച്ച നമ്മുടെ നൊങ്കിൻ്റെ ഷെയ്ക്ക്. വെറും പവർ. കാരണം കുറച്ച് വെള്ളമാരിയായോ, ഒരു
ഷെയ്ക്കല്ല, ഒരു ജ്യൂസ് ടെക്സ്ചർ എന്ന സംഭവം വന്ന്. കുടിക്കല്ലേ? ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് ഷെയ്ക്കൊക്കെ അടിച്ചിട്ട് ഈ സാധനം പറ്റണം കേട്ടോ. അതൊക്കെ പറ്റും. കുറച്ച് ടോപ്പിങ്സ് വേണ്ട ഇനി വേണ്ട, ഇനി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിടക്കും. സാധനം അത്യാവശ്യം നല്ല മധുരമുണ്ട്. നമ്മുടെ നൊങ്കിൻ്റെ ഫ്ലേവറില്ലേ നല്ല സെറ്റപ്പായിട്ട് കയറിയൊക്കെയുണ്ട്. പോരാത്തിന് നല്ല ഐസ്ക്രീം ഒന്നും അങ്ങനെ അറിയണമൊന്നുമില്ല. ബ്രാൻഡി ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ബ്രാൻഡി ഉണ്ട്. അപ്പോൾ സാധനം എന്തായാലും എനിക്ക് സാധനം പറ്റി. പക്ഷേ ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞില്ല, ആൽക്കോളല്ലേ. വെറും നൊങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി ഷെയ്ക്ക് അടിച്ചോ കുടിച്ചോ സെറ്റപ്പ് സാധനമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നൊങ്ക് ഷെയ്ക്കൊന്നും പറയാൻ കേട്ടോ, സെറ്റപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലാണ്. ഇത് കൂടെ കുറച്ചും കൂടി ഐസ്ക്രീം കൂട്ടി അടിച്ചാൽ മതി, എന്നാൽ നല്ലോണം പതഞ്ഞൊരു സ്പൂൺ കൊണ്ട് കോരി തിന്നാൻ അങ്ങനെ. അപ്പോൾ എന്തായാലും അങ്ങനെ ആൽക്കോളൊന്നും ഒഴിച്ച് അനുകരിക്കരുത്. എന്താ പറയുക, ആൽക്കോളൊക്കെ പാപാണ്, ഒന്നും ചെയ്യരുത്.